വിശുദ്ധ കുരിശിന്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. വിശുദ്ധ മത്തായി 24 അധ്യായത്തിൽ അവസാന കാലത്തെക്കുറിച്ചുള്ള യേശുവിന്റെ പ്രവചനങ്ങൾ ഉൾക്കൊള്ളുന്നു. ജെറുസലേം ദേവാലയം നശിക്കുമെന്ന പ്രവചനം, ഒരു കല്ല് മറ്റൊരു കല്ലിന്മേൽ നിലനിൽക്കുകയില്ല. അവസാന കാലത്തിന്റെ അടയാളങ്ങൾ: വ്യാജക്രിസ്തുമാർ, യുദ്ധങ്ങൾ, ക്ഷാമം, ഭൂകമ്പങ്ങൾ, വേദനയുടെ ആരംഭം, വിശ്വാസികൾക്കുള്ള പീഡനം, പലരും വഴിമാറും, വ്യാജപ്രവാചകന്മാർ ഉയരും, സുവിശേഷം ലോകമെങ്ങും പ്രസംഗിക്കപ്പെടും, പിന്നെ അവസാനം വരും. അഴുക്കിന്റെ മ്ലേച്ഛത, അതായത് അബോമിനേഷൻ ഓഫ് ഡെസൊല്യൂഷൻ എന്ന പദപ്രയോഗം മഹാദുരിതകാലത്തിന്റെ അടയാളമായി വിശുദ്ധ ഗ്രന്ഥത്തിൽ 6 പ്രാവശ്യം ആവർത്തിക്കുന്നു. നാശം വിധിക്കപ്പെട്ടിരിക്കുന്നു. ഒരാഴ്ചത്തേക്ക് അവൻ പലരുമായി ശക്തമായ ഉടമ്പടിയുണ്ടാക്കും. പകുതി ആഴ്ചത്തേക്ക് ബലികളും കാഴ്ചകളും അവൻ നിരോധിക്കും. ദേവാലയത്തിന്റെ ചിറകിന്മേൽ വിനാശകരമായ മ്ലേച്ഛത വരും. ദൈവമൊരുക്കിയ വിധി വിനാശകന്റെ മേൽ പതിക്കുന്നതുവരെ അത് അവിടെ നിലനിൽക്കും. ദാനിയേൽ 9 അധ്യായം 27 തിരുവചനം. അവന്റെ സൈന്യം വന്ന് ദേവാലയവും കോട്ടയും അശുദ്ധമാക്കുകയും നിരന്തര ദഹനബലി നിരോധിക്കുകയും ചെയ്യും. അവർ വിനാശത്തിന്റെ മ്ലേച്ഛ വിഗ്രഹം അവിടെ സ്ഥാപിക്കും. ദാനിയേൽ 11:31. നിരന്തര ദഹനബലി നിർത്തലാക്കുന്നതും വിനാശകരമായ മ്ലേച്ഛത പ്രതിഷ്ഠിക്കപ്പെടുന്നതുമായ സമയം മുതൽ 1290 ദിവസം ഉണ്ടാകും. ദാനിയേൽ 12:11. ദാനിയേൽ പ്രവാചകൻ പ്രവചിച്ച വിനാശത്തിന്റെ അശുദ്ധലക്ഷണം വിശുദ്ധ സ്ഥലത്ത് നിൽക്കുന്നത് കാണുമ്പോൾ വായിക്കുന്നവൻ ഗ്രഹിക്കട്ടെ. വിശുദ്ധ മത്തായി 24 അധ്യായം 15 തിരുവചനം. വിനാശത്തിന്റെ അശുദ്ധലക്ഷണം നിൽക്കരുതാത്തിടത്ത് നിൽക്കുന്നത് നിങ്ങൾ കാണുമ്പോൾ വായിക്കുന്നവൻ ഗ്രഹിച്ചു കൊള്ളട്ടെ. യൂദയായിലുള്ളവർ പർവ്വതങ്ങളിലേക്ക് പലായനം ചെയ്യട്ടെ. മാർക്കോസ് 13 അധ്യായം 14 തിരുവചനം. ജെറുസലേമിന് ചുറ്റും സൈന്യം താവളമടിച്ചിരിക്കുന്നത് കാണുമ്പോൾ അതിന്റെ നാശം അടുത്തിരിക്കുന്നു എന്ന് അറിഞ്ഞുകൊള്ളുവിൻ. അപ്പോൾ യൂദയായിലുള്ളവർ പർവ്വതങ്ങളിലേക്ക് പലായനം ചെയ്യട്ടെ. പട്ടണത്തിലുള്ളവർ അവിടം വിട്ടു പോകട്ടെ. ഗ്രാമങ്ങളിലുള്ളവർ പട്ടണത്തിൽ പ്രവേശിക്കാതിരിക്കട്ടെ. വിശുദ്ധ ലൂക്ക 21 അധ്യായം 20-21 തിരുവചനങ്ങൾ. പരിശുദ്ധാത്മാവെ, തിരുവചനത്തിന്റെ അനന്തശക്തിയാൽ ആത്മാവിന്റെ ബലങ്ങളും ദാനങ്ങളും നൽകി തീഷ്ണതയാൽ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ. ആമേൻ.